നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ മര്യാദ കൊണ്ട് ഞാൻ ചോദിക്കുന്നതാ. ചോദിച്ചില്ലാന്ന് വെച്ച് നിങ്ങൾ എനിക്കിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. കാര്യം എന്താണെന്ന് നിങ്ങൾ തിരക്കുന്നില്ലേ? നീ ഇങ്ങനെ മലവെള്ളപ്പാച്ചിൽ പോലെ ഏതാണ്ടൊക്കെ പറയുന്നുണ്ടല്ലോ, അത് കേൾക്കാൻ നല്ല രസാ. എനിക്കത്ര രസമില്ല നിങ്ങളോട് സംസാരിക്കുമ്പോ. ഒരു തരം അലർജിയാ. അതെ, അലർജിക്ക് മരുന്നുണ്ട്. ഓഹോ, കോമഡിയാണല്ലേ? എന്നാ കോമഡി അങ്ങ്. നീ വഴക്കിന് നിൽക്കാതെ പറയാനുണ്ട് പറയും മീനാക്ഷി. നിയമത്തിന്റെ വഴിക്ക് പോണല്ലോ, അതുകൊണ്ട് ചോദിക്കുന്നതാ. എന്റെ വല്യമ്മ വരുന്നുണ്ട്. വല്യമ്മയും ഞാനും കൂടി ഒന്ന് പുറത്തേക്ക് പോവാ. ഓക്കെ? നിക്ക്, ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്താ? നിങ്ങൾക്ക് വല്ലതും വേണമായിരിക്കും, പറഞ്ഞു. പറ്റുന്നതാണെങ്കിൽ ഞാൻ മേടിച്ചോണ്ട് വരാം. അതിന് നീ പോയിട്ട് വേണ്ടേ മേടിക്കാൻ? നീ പോകുന്നില്ല. നിനക്ക് പോവാൻ എന്റെ അനുവാദം ഇല്ല. എനിക്ക് പോവാൻ നിങ്ങളുടെ അനുവാദം എന്തിനാ? എന്റെ വല്യമ്മയെ വിളിച്ചിരിക്കുന്നെ. വല്യമ്മയായാലും ഇളയമ്മയായാലും ഇനി അമ്മൂമ്മയായാലും ശരി, എന്റെ പെർമിഷൻ ഇല്ലാതെ നിനക്ക് പോവാൻ പറ്റില്ല. ഞാൻ നിന്റെ കസ്റ്റോഡിയനാ. അതെ, ഞാൻ നിങ്ങളുടെ കസ്റ്റഡിയിലൊന്നും അല്ല. എന്റെ കസ്റ്റഡിയില്ല കോടതി നിന്നെ വിട്ടു തന്നിരിക്കുന്നെ. നീ പുറത്തു പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചാലേ ഉത്തരം പറയേണ്ടത് ഞാനാ. ആ, എങ്കിയൊന്ന് കാണണമല്ലോ. ഞാൻ പോവും. ആ, നീ പോവും. പക്ഷെ വഴിയിൽ വെച്ച് നിന്നെ പോലീസ് പിടിക്കും. എന്റെ കസ്റ്റഡിയിൽ നീ ചാടിപ്പോയിന്ന് ഞാൻ ഇപ്പൊ പോലീസിനെ വിളിച്ചു പറയും. ദൈവമേ, ഇത് എന്തൊരു പുലിവാല! ഞാനൊരു പുലിയാണെന്ന് ഇപ്പോഴെങ്കിലും നീ അറിഞ്ഞല്ലോ. സന്തോഷം. ഞാൻ പോകുന്നില്ല, പോരെ. മോളെ വാ, പോണ്ടേ? എന്നെ അവര് വിടുന്നില്ല വല്യമ്മേ. വിടുന്നില്ലെന്നോ? എന്താ കാര്യം? അങ്ങനെ മറ്റുള്ളവരുടെ കൂടെ എന്നെ വിടാൻ പറ്റില്ല എന്ന്. കണ്ടോ അവളുടെ അഹങ്കാരം? അങ്ങനെ അനുവാദമില്ലാതെ പോയാ അവരെന്നെ പോലീസിൽ പിടിപ്പിക്കുമെന്ന്. അവരെന്റെ കസ്റ്റോഡിയനാണെന്ന്. IG-യും DAG-യും ഒക്കെ ഞാൻ വരച്ച വരയിൽ നിൽക്കുമ്പോഴാ അവളുടെ ഒരു ഉണക്ക ലോക്കൽ പോലീസ്. നിന്നെ എനിക്കിപ്പോ കൊണ്ടുപോകാൻ പറ്റാഞ്ഞിട്ടല്ല, അവളുടെ ഈ ധിക്കാരത്തിന് ഉടനെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.